നമസ്തേ. നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഇന്നത്തെ പ്രദക്ഷിണം ശ്രീ മൊറാഴ ശിവക്ഷേത്രത്തിലാണ്. കണ്ണൂർ തളിപ്പറമ്പ് NHൽ നിന്ന് കീച്ചേരിയിൽ നിന്ന് 3 കിലോമീറ്റർ അഞ്ചാംപീടികയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ശ്രീ മൊറാഴ ശിവക്ഷേത്രം. അതുപോലെ ധർമ്മശാലയിൽ നിന്ന് 3 കിലോമീറ്റർ മാറി അഞ്ചാംപീടികയിൽ നിന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൊറാഴ മഹാദേവ ക്ഷേത്രത്തിലേക്കെത്താം. മൊറാഴ മഹാദേവ ക്ഷേത്രത്തിലെ ധാരാളം ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്. ആ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കാം. മൊറാഴ മഹാദേവ ക്ഷേത്രത്തിന് യുഗങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് ഐതിഹ്യങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. മൊറാഴ മഹാദേവ ക്ഷേത്രം അത്യുത്തര കേരളത്തിലെ അതിപുരാതനമായ മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ മൊറാഴ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രം മുഖം കിഴക്കോട്ടേക്ക് ദർശനമായ മഹാദേവനാണ്. വിദ്യക്കും ആധ്യാത്മികതക്കും അതുപോലെ തന്നെ കുടുംബജീവിതത്തിനും അനുഗ്രഹമേകിക്കൊണ്ടുള്ള മഹാദേവനാണ് മൊറാഴ മഹാദേവൻ. ക്ഷേത്രത്തിൽ സമീപ കാലഘട്ടത്തിലാണ് നവീകരണ പ്രായശ്ചിത്ത അനുഷ്ഠാനങ്ങൾ നടന്നത്. ആ കാലഘട്ടത്തിൽ മൊറാഴ വടക്കേ വാര്യം തറവാട്ടിലെ ഒരു ഭക്തൻ്റെ സമർപ്പണമാണ് ഇന്ന് ഈ കാണുന്ന കൊടിമരം. കാരണം നേരത്തെ കാലഘട്ടത്തിൽ കൊടിമരം ഇല്ലായിരുന്നു. ഉത്സവ കാലഘട്ടത്തിൽ അർദ്ധരാത്രിയിൽ കവുങ്ങിൻ്റെ മുകളിലാണ് കൊടി കയറാറ്. എല്ലാ വർഷവും അതൊരു സാഹസ പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് ഒരു ഭക്തൻ ഊരാള കുടുംബത്തിലെ ഒരു ഭക്തൻ്റെ സമർപ്പണമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന കൊടിമരം. ഇതിലാണ് എല്ലാ വർഷവും ഇപ്പോഴും കൊടിയേറിയ ഉത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപിൽ കാണുന്ന തീർത്ഥക്കുളമാണ്. ഈ കുളത്തിനുമുണ്ട് ഐതിഹ്യങ്ങൾ പറയാൻ. ശിവനെ ഗംഗാധരൻ എന്നാണ് വിളിക്കാറ്. ഗംഗയെ ധരിച്ചവനായതുകൊണ്ടാണത്രേ ശിവനെ ഗംഗാധരൻ എന്ന് വിളിക്കുന്നത്. ആ ഗംഗാധരനായിരിക്കുന്ന ശിവൻ ശ്രീകോവിലിൽ നിന്ന് ശിവൻ്റെ കോപം തണുപ്പിക്കുമാറ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപിലെ തീർത്ഥക്കുളം നമുക്ക് കാണാം. ആ തീർത്ഥക്കുളത്തിലേക്ക് ശിവൻ്റെ നേരിട്ട് ദൃഷ്ടി ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ വാസ്തുവും. ഈ ക്ഷേത്രക്കുളത്തിൽ വെച്ചാണ് ഉത്സവ കാലഘട്ടത്തിൽ ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കല്ലൊക്കെ ആറാട്ട് പടവും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് പ്രദക്ഷിണ വഴിയിലൂടെ നോക്കുമ്പം കാണാൻ വേണ്ടി സാധിക്കും. അത്രയേറെ പ്രാധാന്യം ഈ ക്ഷേത്രവും ഈ ജലാശയവും ഉണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ കുളം ഇന്ന് വരെ വറ്റിയിട്ട് ആരും തന്നെ കണ്ടിട്ടില്ലത്രേ. ഇതിനകത്ത് ധാരാളം തീർത്ഥ സങ്കേതങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
ഈ ക്ഷേത്രക്കുളം നേരത്തെ പറഞ്ഞതുപോലെ ഗംഗയായി സങ്കല്പിക്കുന്നതാണെന്നും ഇതൊരു തീർത്ഥക്കുളമാണെന്നും അനവധി തീർത്ഥ സംഗമ ഭൂമിയാണ് ഈ കുളമെന്നും നേരത്തെ ഐതിഹ്യത്തിൽ കാണുവാൻ വേണ്ടി സാധിച്ചു. ഈ ക്ഷേത്രക്കുളത്തിൽ വെച്ച് തന്നെയാണ് മൊറാഴ മഹാദേവൻ്റെ ആറാട്ട് നടക്കുന്നതും. ശിവരാത്രി കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ആറാട്ട്. ഈ കാണുന്ന കടവിന് തന്നെ ഇത് ആറാട്ട് നടക്കുന്ന, ആറാട്ട് സമയത്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് ഇരുത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതൊക്കെ അതിൻ്റെതായ പഴമയിൽ തന്നെ സംരക്ഷിച്ചു വരുന്നു എന്നുള്ളതും നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. മൊറാഴ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ മാന്ധാത, മുജുകുന്ദ, ശതസോമ രാജർഷിമാരുടെ പാദസ്പർശം കൊണ്ട് പുണ്യമായ ഒരു സന്നിധിയാണ് മൊറാഴ മഹാദേവ ക്ഷേത്രം. പഴയ കാലഘട്ടത്തിൽ വേദങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അർച്ചിക്കപ്പെട്ട പുണ്യ പുരാതനമായ ക്ഷേത്രം. അത്യുത്തര കേരളത്തിലെ തന്നെ അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൊറാഴ മഹാദേവ ക്ഷേത്രം എന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണാം. പഴമയോട് കൂടിയ പല കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതൊരു വ്യക്തിയും ഏറ്റവും ഉത്തമമായ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. സംസ്കൃതത്തിൻ്റെ ബാലപാഠം ബാലപ്രബോധിനി എന്നാണ്. ആ ബാലപ്രബോധിനി എഴുതിയത് ഈ ക്ഷേത്രത്തിൽ ഈ ഭഗവാനെ പൂജിച്ച ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് പഴയ കാലഘട്ടത്തിൽ എഴുതിയത് എന്ന് പറയുന്നു. വെള്ളം ജടാന്തേ ബിഭ്രാണാം വെള്ളിമാമല മരും വെള്ളൂരമർന്ന ഗൗരീശം ഉള്ളിലമ്പോട് ചിന്തയെ. അപ്പോൾ അതുകൊണ്ട് ഏതൊരു സംസ്കൃത വിദ്യാർത്ഥിയും സംസ്കൃത ഗവേഷകനും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങേണ്ടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ മൊറാഴ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ചുമര് പ്രേക്ഷകർക്ക് തന്നെ അവിടുന്ന് കാണാൻ സാധിക്കും. പഴയ സമ്പ്രദായത്തിലുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും രാമായണം പൂർണ്ണമായും ആലേഖനം ചെയ്ത ഒരു ക്ഷേത്രം കൂടിയാണ്. രാമായണത്തിലെ വിവിധ കഥാഭാഗങ്ങൾ ഇന്ന് കാലത്തിൻ്റെ ഒഴുക്കിൽ തേഞ്ഞ് മാഞ്ഞ് പോയെങ്കിലും അതിൻ്റെ പ്രൗഢി ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ക്ഷേത്രം ഈ സമീപ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ഘട്ടം നവീകരണം കഴിഞ്ഞത്. ഇടനാഴിയോട് കൂടിയ ശ്രീകോവിലാണ്. കിഴക്കോട്ട് ദർശനമായ ശ്രീകോവിൽ. ആ ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തേക്ക് ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചത് കാണാം. ആ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ച് സപ്തമാതൃക്കളെയും ഒക്കെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ അകത്തെ പ്രദക്ഷിണ രീതി. നേരത്തെ പറഞ്ഞതുപോലെ ത്രീണി ശങ്കരേ എന്നാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ രീതി നമുക്കറിയാം. ശിവന് 3 പ്രദക്ഷിണമാണ് പതിവ്. ക്ഷേത്രത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ പഴയ സമ്പ്രദായത്തിലുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും അതുപോലെ സംരക്ഷിക്കപ്പെട്ട ഒരു വിശിഷ്ടമായ സങ്കേതം കൂടിയാണ് ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ടിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ പല ക്ഷേത്രങ്ങളും നാശോന്മുഖമായിട്ടുണ്ട്. അത്
മൊറാഴ മഹാദേവ ക്ഷേത്രത്തിലും ബാധിച്ചിട്ടുണ്ട്. പ്രദക്ഷിണപഥത്തിലൂടെ പോകുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ചുമരിൽ പഴയ സമ്പ്രദായത്തിലുള്ള വട്ടെഴുത്ത് കാണാം. ഇന്നും പുരാവസ്തു ഗവേഷകർ ഇത് കൊണ്ടുപോവുകയും അത് വായിച്ച് പഠിക്കാൻ വേണ്ടി ഇപ്പോഴും അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങളൊന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പല ഗവേഷകന്മാരും അത് പഠിച്ച് മുൻപോട്ടേക്ക് പോകുന്നത് കാണാം. ധാരാളം ലിപികളും അനുഷ്ഠാനങ്ങളുമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് മൊറാഴ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തന്മാർ പ്രവേശിക്കലും കുറവാണ്. ഇവിടുന്ന് തന്നെ കുളിച്ച് ശുദ്ധി വരുത്തി പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും അകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ തന്നെ കയറാറ്. മൊറാഴ മഹാദേവ ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ മാന്താത അതുപോലെ മുജകുന്ദ മഹർഷിമാരുടെ തൃക്കൈകളാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രമെന്ന് പറഞ്ഞു. മൊറാഴ ദേശത്തിൻ്റെ അധിപനാണ് മൊറാഴ മഹാദേവൻ. വെള്ളിക്കൈ പുഴ മുതൽ കോലത്ത് നാടിൻ്റെ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശത്തിൻ്റെ മുഴുവൻ നാഥനാണത്രേ മൊറാഴ മഹാദേവൻ. ആ മൊറാഴ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് 7 ദിവസം മുൻപേ ഉത്സവം ആരംഭിക്കുകയും ശിവരാത്രി നാളിൽ മഹോത്സവമായും അടുത്ത ദിവസം ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കാണുന്ന കുളത്തിൽ ആറാട്ടോടുകൂടിയാണ് ക്ഷേത്രത്തിലെ 8 ദിവസത്തെ ഉത്സവം പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ ദേശത്തിലെ മുഴുവൻ ആളുകളും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് മൊറാഴയപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഒരു വർഷം ആരംഭിക്കുന്നതും. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരാമോദന്തം എന്ന് പറയുന്ന സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം ഈ ക്ഷേത്രത്തിലെ ദേവനെ സേവിച്ച് എഴുതിയതാണെന്നും ഇന്നും വിശ്വസിക്കുന്നു ആചാര്യ പരമ്പരകളും സംസ്കൃത പണ്ഡിതന്മാരും. മൊറാഴ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ പറഞ്ഞതുപോലെ മുറജപത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. മുറജപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വേദങ്ങൾ മുറ തെറ്റാതെ ചൊല്ലുന്നതാണ് മുറജപം. ആ മുറജപം ഒരു കാലഘട്ടത്തിൽ മുടങ്ങാതെ ചൊല്ലിയ ഒരു ക്ഷേത്രം. അതുപോലെ വടക്കേ മലബാറിൽ ആരാധനാ മഹോത്സവം വളരെ കുറവാണ്. പക്ഷേ മൊറാഴ മഹാദേവ ക്ഷേത്രത്തിൽ ആരാധനാ മഹോത്സവത്തിന് ഏറെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. തുലാവ മാസത്തിലെ തിരുവാതിര നാളിൽ ആരാധനാ മഹോത്സവം നടക്കുന്ന ദിവസം. ഈ ദിവസം പഴയ കാലഘട്ടത്തിൽ വേദപണ്ഡിതന്മാർ ഈ മണ്ഡപത്തിലും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് 51 ഒരു വേദമന്ത്രം ചൊല്ലി ചൈതന്യം വർദ്ധിപ്പിച്ച ഒരു ക്ഷേത്രം. ഇന്നും പഴയ സമ്പ്രദായത്തിലൊന്നും ഇല്ലെങ്കിലും അനുഷ്ഠാനങ്ങൾ ഭംഗിയായി നടക്കുകയും ആരാധനാ മഹോത്സവ നാളിൽ അനവധി ഭക്തന്മാർ തൊഴുത് പ്രാർത്ഥിച്ചു പോവുകയും അന്നത്തെ ദിവസം ദേവപ്രസാദമായ അന്നദാനം നൽകുകയും അതിലൂടെ ചൈതന്യവർദ്ധനവായ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മൊറാഴ മഹാദേവ ക്ഷേത്രം. മൊറാഴ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഊരാള പാരമ്പര്യം എന്ന് പറയുന്നത് വടക്കേ വാര്യം തറവാടാണ്. ഇന്നും വടക്കേ വീട് തറവാട്ടുകാർ ഊരാള പരമ്പരകൾ ചേർന്ന് ക്ഷേത്രത്തിൻ്റെ എല്ലാ ഉന്നമനത്തിനുള്ള പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ക്ഷേത്രത്തിലെ മുതിർന്ന കാരണവർ ക്ഷേത്ര ട്രസ്റ്റി ആയിക്കൊണ്ട്, ഇവിടുത്തെ ഇന്നത്തെ ട്രസ്റ്റി എന്ന് പറയുന്നത്
മാധവ വാര്യർ, അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഊരാളിൻ്റെ ട്രസ്റ്റ് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കുന്നതും. കൂടാതെ ക്ഷേത്രത്തിൻ്റെ മറ്റ് ദൈനംദിനമായ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നു. മേടമാസത്തിൽ വിഷു വളരെ പ്രധാനമായി അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ വിഷുക്കണിക്ക് ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും വർഷങ്ങളായി വിഷു കൈനീട്ടം കൊടുത്തുകൊണ്ട് വിഷു വളരെ ഭംഗിയായി അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം മറ്റെല്ലാ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഭഗവതി സേവ, ഭക്തന്മാർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിക്കൊണ്ടുള്ള ഭഗവതി സേവ. ചിങ്ങമാസത്തിൽ നിറയും പുത്തരിയും അനുഷ്ഠിക്കുന്നു. അതുപോലെ നവരാത്രി ആഘോഷം. ഇത്തരം എല്ലാ അനുഷ്ഠാനങ്ങളും ഭംഗിയായി നിർവഹിച്ചു പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ മൊറാഴ മഹാദേവ ക്ഷേത്രം. മൊറാഴ മഹാദേവ ക്ഷേത്രത്തിൽ ഏതൊരു ഭക്തനും വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ചെയ്യേണ്ടുന്ന പ്രധാന വഴിപാടുകളിലൊന്ന് എണ്ണവെച്ച് തൊഴുക എന്നാണ്. ഈ എണ്ണവെച്ച് തൊഴുന്നതോടുകൂടി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാരംഗത്തേക്ക് യശസ്സുണ്ടാകാനും ഒരു കുടുംബസ്ഥനെ സംബന്ധിച്ച് കുടുംബത്തിൽ യശസ്സുണ്ടാകാനും കർമ്മരംഗത്ത് യശസ്സുണ്ടാകാനുമാണത്രേ ഈ ക്ഷേത്രത്തിൽ എണ്ണവെച്ച് തൊഴുന്ന സമ്പ്രദായം. അനവധി ദൂരദിക്കുകളിൽ നിന്ന് പോലും ഈ എണ്ണവെച്ച് തൊഴാനായി ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്ന ഭക്തരും ഏറെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു അനുഷ്ഠാനം, ശിവരാത്രിക്ക് 7 ദിവസം മുൻപേ കൊടി കയറും. ഈ കൊടിയേറ്റ ഉത്സവം വളരെ പ്രധാനമാണ്. ഏകദേശം രാത്രി അർദ്ധരാത്രിയോടുകൂടി നിലാവ് ഉദിച്ചാൽ കൊടി കയറുന്ന ഒരു ക്ഷേത്രമാണിവിടെ. ശിവരാത്രി നാളിൽ മൊറാഴ ഗ്രാമം ഉറങ്ങാറില്ലത്രേ. മൊറാഴയിലെ മഹാദേവൻ ഗ്രാമബലിക്കായി സ്വന്തം പ്രജകളെ കാണാനും അതുപോലെ ദേശത്തിനെ അനുഗ്രഹിക്കാനും പോകുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ശിവരാത്രി. ആ ശിവരാത്രി നാളിൽ മൊറാഴയപ്പനെ ഇവിടുന്ന് എഴുന്നള്ളിച്ച് വാദ്യഘോഷത്തോടെ പോയാൽ തിരിച്ചിവിടെ എത്തുന്നത് പുലർച്ചക്കാണ്. ഈ ശിവരാത്രി നാളിൽ അതുകൊണ്ട് തന്നെ മൊറാഴ ഗ്രാമക്കാർ ഉറങ്ങാറില്ല. ഗോവിന്ദ നാമത്തോടു കൂടിയും നമശിവായ മന്ത്രത്തോടു കൂടിയും ഒക്കെ ഭഗവാനെ സേവിക്കുന്ന തിരക്കിലാണ് സത്യത്തിൽ ശിവരാത്രി നാളിൽ. മൊറാഴ മഹാദേവ ക്ഷേത്രത്തിന് യുഗങ്ങൾക്കപ്പുറത്തുള്ള പഴക്കമുണ്ട് എന്ന് പറഞ്ഞു. പുരാണങ്ങളിൽ കാണുന്നു, ത്രേതായുഗ സന്ധ്യയിൽ ഒരു താപസനെ അനുഗ്രഹിക്കാൻ വേണ്ടി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മൂവരും താഴെ ഇറങ്ങിയെന്നും ആ താപസനെ അനുഗ്രഹിക്കാൻ വേണ്ടി. അങ്ങനെ മൂവരും താഴെ ഇറങ്ങിയത് കൊണ്ട് ഈ ദേശത്തിന് മൂവര് താഴ എന്ന പേര് വന്നു. ആ മൂവര് താഴ ലോപിച്ച് മൊറാഴയായി എന്നും പഴമക്കാർ പറയുന്നു, ഐതിഹ്യത്തിൽ പറയുന്നു. ഈ താപസനെ അനുഗ്രഹിക്കാൻ വന്നതിൻ്റെ കാരണത്താലാണത്രേ ഇവിടെ മൊറാഴ എന്ന് പേര് വന്നതെന്നും ഇതിനകത്തേക്ക് ക്ഷേത്രത്തിനകത്ത് മറ്റ് ഭക്തന്മാർ ഇന്നും കയറാത്തത് താപസന്മാരുടെ ആ താപസ ശക്തി ഇവിടെ ഉണ്ട് എന്നുള്ള ഐതിഹ്യത്തിലാണ് ഇന്നും ക്ഷേത്രത്തിനകത്തേക്ക് ഭക്തന്മാർ പ്രവേശിക്കാത്തത്. രാവിലെ 5 മണിക്ക് നട തുറന്ന് അഭിഷേകം, 6:30 ആകുമ്പോൾ ഉഷപൂജ, 8 മണിക്ക് ഉച്ചപൂജ, അവിടെ 10 മണിയാകുമ്പോൾ നട അടക്കും. അതേപോലെ വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് ദീപാരാധന, ഭഗവതി സേവ, അതേപോലെ
അത്താഴ പൂജ, അതോടുകൂടി നട അടക്കുന്നതായിരിക്കും. പ്രധാന വഴിപാടായിട്ട് എണ്ണ വെച്ച് തൊഴിൽ, പിന്നെ വെള്ളിക്കുടം സമർപ്പണം, നെയ്വിളക്ക്, കാവട്ട പായസമായി ഇതെല്ലാം ആയിരിക്കും. പ്രദോഷ പൂജ, ഉമാമഹേശ്വര പൂജ ഇതെല്ലാം പ്രധാന വഴിപാടാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുൻപിൽ നമുക്ക് കാണാം വലിയ ബലിക്കല്ല്. ഈ വലിയ ബലിക്കല്ലിലാണ് ഉത്സവ കാലഘട്ടത്തിൽ ശിവേലി, ശ്രീഭൂതബലി, ഉത്സവബലി പോലുള്ള കാലഘട്ടത്തിൽ ഹവിസ് തൂകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബലിക്കല്ലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ വലിയ ബലിക്കല്ലിൻ്റെ അതേ പ്രാധാന്യം ക്ഷേത്രത്തിലെ ശ്രീകോവിലെ ദേവൻ്റെ ചൈതന്യവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ബലിക്കലിനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പഴയ കാലഘട്ടത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. മൊറാഴ ശിവക്ഷേത്രത്തിലെ ബലിക്കലിൻ്റെ ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിന് കാരണം പഴയ കാലഘട്ടത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ ഈ ക്ഷേത്രവും നാശോന്മുഖമായി എന്നാണ്. അതിൻ്റെ ചില കാരണങ്ങൾ ഇന്നും ഈ ബലിക്കലിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണിം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ക്ഷേത്രത്തിൻ്റെ സരസ്വതി മണ്ഡപമാണ് ഈ കാണുന്നത്. സരസ്വതി മണ്ഡപത്തിൽ വെച്ച് വിജയദശമി നാളിൽ വിദ്യാരംഭം, കർക്കിടക മാസത്തിലെ രാമായണ പാരായണം, മറ്റ് ദിവസങ്ങളിൽ നടക്കുന്ന നാമജപമൊക്കെ നടക്കുന്നതും ഈ സരസ്വതി മണ്ഡപത്തിലാണ്. അങ്ങനെ സരസ്വതി മണ്ഡപത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണപഥത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് അയ്യപ്പനീശ്വരൻ്റെ സന്നിധിയിലേക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ശിവരാത്രി ഉത്സവ കാലഘട്ടത്തിൽ ഭഗവാന്റെ തിടമ്പ് നൃത്തം നടത്തപ്പെടുന്നത് ഈ തിരുമുറ്റത്താണ്. ഈ സന്ദർഭത്തിൽ മുഴുവൻ ഭക്തന്മാർക്കും ഭഗവാന് പൊന്നും പൂവും സമർപ്പിക്കുക എന്ന് പറയുന്ന ഭക്തി നിർഭരമായ ഒരു ചടങ്ങുണ്ട്. ഭഗവാന്റെ തൃക്കൈയിൽ പൊന്നും പൂവും സമർപ്പിക്കുക കാര്യസാധ്യത്തിന് വേണ്ടിയും ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയും ചെയ്യുന്നതാണ് പൊന്നും പൂവും സമർപ്പിക്കൽ. അങ്ങനെ നമ്മൾ പ്രദക്ഷിണ വഴിയിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് അയ്യപ്പനീശ്വരൻ്റെ സന്നിധിയിൽ കാണാം. സദാകാലം മഴയും വെയിലും നനഞ്ഞിരിക്കുന്ന അയ്യപ്പനീശ്വരനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മണ്ഡലമാസത്തിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കെട്ടുനിറച്ച് ശബരിമല ശാസ്താവീശ്വരനെ ദർശനം നടത്താൻ പോകുന്ന ഭക്തന്മാർ മണ്ഡലമാസത്തിൽ അനവധിയാണത്രേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രീയതുഭ്യം നമോ നമ. ശനിദോഷ പരിഹാരാർത്ഥം നീരാഞ്ജനം, ജാതകത്തിൽ ശനിദശയുള്ളവർക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് നീരാഞ്ജനം കഴിച്ചും അതുപോലെ ഒറ്റ നിവേദ്യം കഴിച്ചും അതുപോലെ നെയ്വിളക്കും മാലയും ചാർത്തി അയ്യപ്പനീശ്വരൻ്റെ അനുഗ്രഹം നേടി കാര്യസാധ്യം എത്തിയവർ ഏറെയാണ്. ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ. കന്നിമൂലയിലെ അയ്യപ്പനീശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി
രക്ഷസിനെ പ്രതിഷ്ഠിച്ചത് കാണാം. ഈ രക്ഷസിന് പാൽപ്പായസ നിവേദ്യവും അതുപോലെ തന്നെ തുളസി മാലയും സമർപ്പിക്കുന്നത് ഏറെ പ്രാധാന്യമുള്ള ഒരു വഴിപാടായിട്ടാണ് ഇവിടെ അനുഷ്ഠിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വന്ന് ഇവിടെ തൊഴുതു പ്രാർത്ഥിച്ച് പാൽപ്പായസ നിവേദ്യവും അതുപോലെ നെയ്വിളക്കും തുളസിമാലയും ചാർത്തി വിഷ്ണു പ്രീതിക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ തൊഴുതു പ്രാർത്ഥിച്ചു വരുന്നതും കാണാം. തുലാമാസത്തിലെ തിരുവാതിര ഏറ്റവും പ്രധാനമായ ആരാധനാ മഹോത്സവം നടക്കുന്ന ക്ഷേത്രമാണെന്ന് പറഞ്ഞു. മറ്റൊരു പ്രത്യേകത, ശിവരാത്രി നാളിൽ മഹാദേവൻ്റെ ഗ്രാമബലിയാണ്. ആ ഗ്രാമബലി സമയത്ത് ഗ്രാമത്തിലുള്ള എല്ലാവരും ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ്. ഈ സമയത്ത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് എണ്ണ വെച്ച് തൊഴുകാന്നാണ്. തിരിച്ച് ഈ ഗ്രാമബലിക്ക് പോകുമ്പം ഭഗവാൻ ക്ഷേത്രം വക എല്ലാ ഭക്തന്മാർക്കും അവരവരെ വിളക്കിലേക്കുള്ള നിശ്ചിതമായ എണ്ണ അതിലേക്കൊഴിച്ച് സമർപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു വർഷം ഇങ്ങോട്ടേക്ക് എണ്ണ വെച്ച് തൊഴുന്ന സമയത്ത് വിദ്യാ യശസ്സിനുമൊക്കെ ചെയ്യുമ്പം ഭഗവാൻ ഉത്സവ കാലഘട്ടത്തിൽ എതിരേൽക്കുന്നവർക്ക് തിരിച്ച് എണ്ണ നൽകുന്ന അപൂർവ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് തന്നെ പറയണം. അങ്ങനെ ധാരാളം പ്രത്യേകതകൾ, നേരത്തെ പറഞ്ഞതുപോലെ ശിവരാത്രി നാളിൽ വ്രതമെടുത്തവർക്ക് പാനകം നൽകി ശിവപൂജ നടത്തി ഗ്രാമബലി നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മൊറാഴ മഹാദേവ ക്ഷേത്രം. അയ്യപ്പനീശ്വരനെയും രക്ഷസനെയും തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രദക്ഷിണ വഴിയിലൂടെ പോകുമ്പം യക്ഷിയമ്മയുടെ സങ്കേതമുണ്ട്. ഉപദേവതാ സങ്കല്പത്തിൽ നമുക്ക് ആ യക്ഷിയമ്മയെ കൂടി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. നേരത്തെ പറഞ്ഞതുപോലെ യക്ഷിയമ്മ എന്ന് പറയുന്നത് ഭുവനേശ്വരി സങ്കല്പമാണ്. ആ ഭുവനേശ്വരി സങ്കല്പത്തിലുള്ള യക്ഷിയെ തൊഴുത് പ്രാർത്ഥിച്ചാണ് മൊറാഴ മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി പൂർത്തീകരിക്കപ്പെടുന്നത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശിവേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് ചുവന്ന പട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ തിരുവക്കാടി നിവേദ്യം, വെള്ളരി, അതിൽ നാളികേരവും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് ഈശ്വരിക്ക് സമർപ്പിച്ച് അത് കൈവിഷ ദോഷം, അതുപോലെ ഉദര സംബന്ധമായ രോഗം, ഇതിനൊക്കെ ശമനാർത്ഥം തിരുവക്കാടി നിവേദ്യം കഴിക്കുന്നവർ ഏറെയാണ്. അതുപോലെ ചുവന്ന പട്ട് സമർപ്പിക്കുക. കൂടാതെ വെറ്റിലമാല, യക്ഷിയമ്മക്ക് വെറ്റിലമാല ചാർത്തിയും കാര്യസാധ്യം നേടുന്നവർ ഏറെയാണ്. എല്ലാ വർഷവും മൊറാഴ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ദിവസത്തിൽ ചൊവ്വാഴ്ച ദിവസം ഇവിടെ ക്ഷേത്രം തന്ത്രിയെ കൊണ്ട് നിറമാലയും നിവേദ്യാനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുകയും നിത്യം നട തുറന്ന് ആരാധനയും നടക്കുന്ന സങ്കേതം കൂടിയാണ് യക്ഷിയമ്മയുടെ ഈ സങ്കേതം. മൊറാഴ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഗ്രാമബലി, ആ ഗ്രാമബലിയിൽ നേരത്തെ പറഞ്ഞു ഈ ഗ്രാമത്തിൻ്റെ അതിർത്തി മുഴുവൻ മൊറാഴയപ്പൻ സഞ്ചരിക്കുന്നു എന്നും ആ സമയത്ത് എല്ലാവരും എതിരേൽക്കുന്നു. അങ്ങനെ എതിരേൽക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട 3ഓളം ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചിട്ടാണ് ശിവരാത്രിയുടെ പിറ്റത്തെ ദിവസം അടുത്ത ദിവസം കാലത്ത് മൊറാഴ ഭഗവാൻ തിരിച്ചെത്തുന്നത്. അത് എടമന ക്ഷേത്രത്തിലും അതുപോലെ വാണേശ്വരി ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ തിരുനാരത്ത് മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയും. വിഷ്ണുവും ശിവനും സംഗമിക്കുന്ന ഒരു സങ്കേതം കൂടിയാണ് തിരുവണ്ണാപുരത്ത് മഹാവിഷ്ണു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം പോലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നു. മൊറാഴയപ്പനെ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച്
രണ്ടുപേരും അഭിമുഖമായിരുന്ന് നിവേദ്യം കൊടുത്ത് വീണ്ടും മൊറാഴയപ്പനോടുന്ന് യാത്ര തിരിച്ചു വരുന്ന ഭക്തി നിർഭരമായ ഒരു അനുഷ്ഠാനം അത് ഈ മൊറാഴ ഗ്രാമത്തിൻ്റെ കൂടി ഒരു ഐക്യതയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രദക്ഷിണമായി വരുമ്പോൾ പാർവതീ ദേവിയെ ഉപദേവതാ സങ്കല്പത്തിലൂടെ കാണാം. സ്വയംവര സമ്പ്രദായത്തിൽ നിൽക്കുന്ന പാർവതിയാണ്. ഇവിടെ വന്ന് സ്വയംവര പൂജ കഴിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദീർഘ മാംഗല്യവും സ്വയംവരവും നടക്കുന്നതും കാണാം. ആ ദേവി വരണമാല്യമെടുത്ത് ശിവനെ കാത്തിരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ധ്യാന സ്വഭാവത്തിലാണ് ഇവിടെ പാർവതി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കാര്യം നേടുന്നവരും ഏറെയാണ്. അങ്ങനെ മൊറാഴ മഹാദേവ ക്ഷേത്രത്തിൽ ചോറൂണ്, അതുപോലെ തുലാഭാരം പോലുള്ള അനുഷ്ഠാനങ്ങൾ ഭംഗിയായി നടക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് മൊറാഴ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന് ഈ സമീപ കാലഘട്ടത്തിലാണത്രേ ക്ഷേത്രത്തിലെ ഉരാള കുടുംബക്കാരായ മൊറാഴ വടക്കേ വാര്യം തറവാട് ചേർന്ന് ഈ പിച്ചളയിൽ പൊതിഞ്ഞ് ഭഗവാന് സമർപ്പിച്ചത്. ഈ കഴിഞ്ഞ ആരാധനാ മഹോത്സവത്തിൻ്റെ അന്ന് സമർപ്പിച്ചതാണത്രേ. ഇത്തരം കൂട്ടായ്മകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഭംഗിയായി നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ മൊറാഴ മഹാദേവ ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത, ക്ഷേത്രത്തിൽ ധാരാളം അവകാശികൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിൽ മഹാദേവനെ യാത്ര ചെയ്യാൻ ഗ്രാമബലി കാലഘട്ടത്തിൽ പന്തം കൊണ്ടുപോകാൻ, ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ ഒക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നിശ്ചയിക്കപ്പെട്ട പല തറവാട്ട് കുടുംബക്കാരുമുണ്ട്. അവരൊക്കെ ഈ ഉത്സവ കാലഘട്ടത്തിൽ ഇവിടെ വരികയും തെക്കേ വീട് സമ്പ്രദായം അതുപോലെ അങ്ങനെ പല കുടുംബ പേരുകളുടെ പേരിൽ അറിയപ്പെടുകയും അവരൊക്കെ ഈ ഉത്സവ കാലഘട്ടത്തിൽ ഇവിടെ വരികയും ദേവൻ്റെ അനുഷ്ഠാനങ്ങൾക്ക് അവരൊക്കെ കൂട്ടായ്മ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ കെട്ടുറപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. മൊറാഴ മഹാദേവ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിലൂടെ വന്നപ്പോൾ ഐതിഹ്യത്തിൽ മനസ്സിലായത്, ഒരു താപസ ശ്രേഷ്ഠനെ അനുഗ്രഹിക്കാൻ വേണ്ടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ മൂവരും താഴെ ഇറങ്ങിയ സ്ഥലം മൂവര് താഴ എന്നും ആ മൂവര് താഴെ ലോപിച്ച് മൊറാഴയായി എന്നും ഐതിഹ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. സംസ്കൃതത്തിൻ്റെ അടിസ്ഥാനമായ ശ്രീരാമോദന്തം എഴുതിയത് ഈ ക്ഷേത്രത്തിലെ ദേവനെ പൂജിച്ച മേൽശാന്തിയാണെന്നും അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിന് ഏറെ പ്രാധാന്യം, സംസ്കൃതം പഠിച്ചവരും സംസ്കൃതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകേണ്ടുന്ന ഒരു പരമപവിത്രമായൊരു സങ്കേതമാണ് ഈ ക്ഷേത്രമെന്നും, ശിവരാത്രി നാളിൽ ഈ ഗ്രാമം ഉറങ്ങാറില്ല. മൊറാഴ മഹാദേവൻ ശിവരാത്രി നാളിൽ ഗ്രാമബലി നടത്തുകയാണ്. സ്വന്തം ഗ്രാമത്തിലെ പ്രജകളെ മുഴുവൻ അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ ശിവരാത്രി ഉറക്കമൊഴിഞ്ഞുകൊണ്ട് തന്നെയാണ് മൊറാഴ ഗ്രാമക്കാർ ശിവരാത്രി അനുഷ്ഠിക്കുന്നത് എന്നൊന്നും, കൂടാതെ കർക്കിടക മാസത്തിൽ നിറയും രാമായണ പാരായണവും നടക്കുന്ന ക്ഷേത്രം, ചിങ്ങമാസത്തിൽ നിറപുത്തരി, നവരാത്രി കന്നിമാസത്തിൽ നവരാത്രി, അതുപോലെ തന്നെ വിശേഷമായ എല്ലാ അനുഷ്ഠാനങ്ങളും മേടമാസത്തിൽ വിഷുവിന് വളരെ പ്രാധാന്യത്തോടുകൂടി വരുന്ന ഭക്തന്മാർക്കൊക്കെ വിഷു കൈനീട്ടം നൽകിക്കൊണ്ടും അനുഷ്ഠിക്കപ്പെടുന്ന ഒരു പവിത്രമായൊരു സങ്കേതമാണ് ഇത് എന്നും, തുലാവ മാസത്തിലെ തിരുവാതിരക്ക് ആരാധനാ മഹോത്സവം നടക്കുന്ന ക്ഷേത്രം, ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ളതാണത്രേ ശ്രീ മൊറാഴ മഹാദേവ ക്ഷേത്രം. നമ്മുടെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.